നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിലെ മുത്തശ്ശിമാരോ കാരണവന്മാരോ എപ്പോഴെങ്കിലും നമ്മളോട് കാര്യമായിരിക്കും ഇത്. കണ്ണാടി നോക്കി ഭക്ഷണം കഴിക്കരുത്, അത് ദഹിക്കില്ല, അല്ലെങ്കിൽ കണ്ണാടി നോക്കി കഴിച്ചാൽ ദാരിദ്ര്യം വരും. അന്ന് നമ്മളൊക്കെ വിചാരിച്ചത് ഇത് വെറും ഒരു അന്ധവിശ്വാസം മാത്രമാണ് എന്നാണ്, അല്ലേ? എന്നാൽ ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസും മനഃശാസ്ത്രവും ഇത് ശരിവെക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു ശാസ്ത്രീയ പഠനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ കാരണവന്മാർ പറഞ്ഞ ആ വാക്കിന്റെ പിന്നിൽ കൃത്യമായ ഒരു ന്യൂറോ സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണാടി നോക്കി കഴിച്ചാൽ ദഹനം തകരാറിലാകുന്നത്? കണ്ണാടിക്ക് പകരം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും ടിവിയും എങ്ങനെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ തകർക്കുന്നത്? ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ പഴമക്കാരുടെ ബുദ്ധിയെ നിങ്ങൾ തീർച്ചയായും നമിച്ചു പോകും. പണ്ടുകാലത്തെ ആളുകളെ ഒരു നല്ല കാര്യം പഠിപ്പിക്കണമെങ്കിൽ അതൊരു പേടിയുടെയോ വിശ്വാസത്തിൻ്റെയോ രൂപത്തിൽ പറയുന്നതായിരുന്നു രീതി. കണ്ണാടി നോക്കി കഴിച്ചാൽ ദഹനം ശരിയാകില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളത് അനുസരിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കണ്ണാടി നോക്കി കഴിച്ചാൽ ദാരിദ്ര്യം വരും, അല്ലെങ്കിൽ ആയുസ് കുറയും എന്നൊക്കെ പേടിപ്പിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിട്ടത് നമ്മുടെ ഹെൽത്ത് മാത്രമായിരുന്നു. കാരണം ഭക്ഷണം കഴിക്കുക എന്നത് കേവലം വയറു നിറയ്ക്കാനുള്ള ഒരു പ്രക്രിയയല്ല, അതൊരു ധ്യാനം പോലെ ചെയ്യേണ്ട കാര്യമാണ്. അവിടെയാണ് കണ്ണാടി ഒരു വില്ലനായി മാറുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ദഹനം തുടങ്ങുന്നത് ആമാശയത്തിലെത്തുമ്പോഴാണ് എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ദഹനം തുടങ്ങുന്നത് നമ്മുടെ തലച്ചോറിലാണ്. നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം കാണുമ്പോൾ, അതിൻ്റെ മണമറിയുമ്പോൾ, അതിൻ്റെ നിറവും രൂപവും ശ്രദ്ധിക്കുമ്പോൾ തന്നെ തലച്ചോറ് ദഹനത്തിനാവശ്യമായ സന്ദേശങ്ങൾ ശരീരത്തിന് നൽകും. വായിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടും, ആമാശയത്തിൽ ദഹനരസങ്ങൾ സജീവമാക്കും. ഇനി ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിലോ? നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ മുഖത്തേക്കും നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നതിലേക്കും, അല്ലെങ്കിൽ കണ്ണാടിയിലെ നമ്മുടെ രൂപത്തിലേക്കുമൊക്കെ മാറും. അതായത് ശ്രദ്ധ ഭക്ഷണത്തിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിക്കപ്പെടും. ഭക്ഷണത്തിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ചവച്ചരയ്ക്കാൻ മറക്കും. ശ്രദ്ധ കണ്ണാടിയിലോ സ്വന്തം രൂപത്തിലോ ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കൃത്യമായി ചവച്ചരയ്ക്കാതെ വേഗത്തിൽ വിഴുങ്ങും. ഉമിനീരുമായി കലരാത്ത ഭക്ഷണം വയറ്റിലെത്തിയാൽ അത് ദഹിപ്പിക്കാൻ ആമാശയം ഇരട്ടി പണിയെടുക്കേണ്ടി വരും. ഇത് ഗ്യാസ്, അസിഡിറ്റി, ദഹനക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. രണ്ടാമതായിട്ട് സ്ട്രെസ് ഹോർമോണുകളുടെ സാന്നിധ്യം. കണ്ണാടിയിൽ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാകും. ഇത് ചെറിയൊരു സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ദഹനപ്രക്രിയ സ്ലോ ആകുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. മൂന്നാമതായി തലച്ചോറിൻ്റെ ആശയവിനിമയം തടസ്സപ്പെടും. വയറ് നിറഞ്ഞുവെന്ന് തലച്ചോറിന് മനസ്സിലാകണമെങ്കിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഏകദേശം 20 മിനിറ്റ് വേണം. ശ്രദ്ധ ഭക്ഷണത്തിലല്ലെങ്കിൽ ഈ സിഗ്നൽ തലച്ചോറിന് കൃത്യമായി ലഭിക്കില്ല. ഇതൊന്നുകിൽ അമിതമായി കഴിക്കാനോ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ശരിയായി ദഹിക്കാതിരിക്കാനോ ഇടയാകും. ഇനി ഇന്നത്തെ കാലത്തേക്ക് വരാം. ഇന്ന് നമ്മുടെ വീടുകളിൽ ആരും കണ്ണാടി നോക്കി ഫുഡ് കഴിക്കാറില്ല. പക്ഷെ അതിനേക്കാൾ അപകടകരമായ മറ്റൊരു കണ്ണാടി നമ്മുടെ കൈകളിലുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണുകളും ടെലിവിഷനും വീഡിയോസും റീൽസുകളുമൊക്കെ കണ്ട് പലരും ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കണ്ണുകൾ സ്ക്രീനിലാണ്, മനസ്സ് വീഡിയോയിലാണ്. കൈകൾ മാത്രം യാന്ത്രികമായി ഭക്ഷണം വായിലേക്ക് വയ്ക്കുന്നു. എന്ത് കഴിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നില്ല, എത്ര കഴിക്കുന്നുവെന്ന് തിട്ടമില്ല, കൃത്യമായി ചവച്ചരയ്ക്കുന്നില്ല. ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഗ്യാസ് ട്രബിളും ദഹനപ്രശ്നങ്ങളും അമിതവണ്ണവും കൂടാനുള്ള പ്രധാന കാരണം ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണാടി നോക്കി കഴിച്ചാൽ ദഹിക്കില്ല എന്ന പഴമക്കാരുടെ വാക്ക് ഒരു അന്ധവിശ്വാസമല്ല, അതൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് തത്വമായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തെ കാണണം, അതിൻ്റെ രുചി അറിയണം, നന്നായി ചവച്ചരച്ച് പൂർണ്ണ ശ്രദ്ധയോടെ കഴിക്കണം. ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയും മൊബൈൽ ഫോണും മാറ്റിവെക്കാം. ഭക്ഷണത്തോട് പൂർണ്ണമായിട്ടുള്ള നീതി പുലർത്താം. അങ്ങനെ ചെയ്താൽ ദഹനപ്രശ്നങ്ങൾ മാറുക മാത്രമല്ല, ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും നമുക്ക് സാധിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ കേട്ടിട്ടുള്ള മറ്റ് രസകരമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക.